നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലെടുത്തത് അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയെ. മരിച്ച അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ചത് ഫാത്തിമയെന്ന് പോലീസ്. തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് സ്വദേശി വിനീത കൊല്ലപ്പെട്ട കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2022 ഫെബ്രുവരി 6-നാണ് രാജേന്ദ്രൻ വിനീതയെ കടയിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ആരോഗ്യമന്ത്രി നിധി എന്ന് പേരിട്ടിരുന്നു. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളാണ് 3 ആഴ്ച മാത്രം പ്രായമായ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രി ICUവിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം. വിദ്യാർത്ഥികളായ സാമുവൽ, ജോൺസൺ, NS ജീവ, റിജിൽ ജിത്ത്, KP രാഹുൽ രാജ്, NV വിവേക് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ പ്രായവും മുൻപ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും കണക്കിലെടുത്താണ് ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട പുതിയ കഴകക്കാരനെ നിയമിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ച BA ബാലുവിന്റെ സ്ഥാനത്തേക്കാണ് പുതിയ കഴകക്കാരനെ നിയമിച്ചിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല സ്വദേശി KS അനുരാഗിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അനുരാഗിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ നൽകി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. നിയമം അനുശാസിക്കുന്ന ജാതി സംവരണം നടപ്പാക്കും. ഓപ്പൺ കാറ്റഗറി പ്രകാരമുള്ള ബാലുവിന് നിയമനം നൽകിയത്. നിയമനത്തിൽ ബോർഡിന് മുൻവിധിയില്ല. നിലവിൽ വിവാദം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ലെന്നും KB മോഹൻദാസ് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 60-ാം ദിവസവും നിരാഹാര സമരം 22-ാം ദിവസത്തിലേക്കും കടന്നു. സമരം തീരാതിരിക്കാൻ കാരണം ആശമാർ തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സമരസമിതി. മറ്റന്നാൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് തയ്യാറാക്കുന്ന ഭവന പദ്ധതിക്ക് തറക്കല്ലിട്ടു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുട്ടിൽ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. 105 കുടുംബങ്ങൾക്ക് 11 ഏക്കറിലായാണ് വീട് ഒരുങ്ങുന്നത്. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 720 രൂപ കൂടി 8,560 രൂപയായി. പവന് 2,160 രൂപ കൂടി 68,480 രൂപയിലേക്കാണ് എത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില 3% കൂടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി $100 അധികമാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,126. രൂപയുടെ വിനിമയ നിരക്ക് 86.23 കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ CPOമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയായി. പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യത്ത് ഏറ്റവും നല്ല ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പൂഴിത്തോട് മാവട്ടത്താണ് കൂട് സ്ഥാപിച്ചത്. ഇവിടെ പൊറ്റക്കാട്ട് പ്രീതയുടെ വീടിന് മുൻപിൽ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ കഴിഞ്ഞ ദിവസം രാത്രി പുലി കൊന്ന് ഭക്ഷിച്ചിരുന്നു. നേരത്തെയും ഈ ഭാഗത്ത് ആടിനെയും പട്ടികളെയും അടക്കം പുലി ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. ജനുവരിയിൽ ഇവിടെ പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു. അന്ന് കൂട് സ്ഥാപിച്ച സ്ഥലത്തിന് പരിസരത്തായാണ് ഇപ്പോൾ കൂട് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 71-കാരിയെ രക്ഷിച്ച യുവാക്കൾ. പാലക്കാട് കണ്ണമ്പാറ സ്വദേശി മണിയെയാണ് ജിതനും കൂട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്.
കോഴിക്കോട് രാമനാട്ടുകരയിൽ തുണിക്കടയിൽ തീപിടുത്തം. നോർവേ ക്ലോത്തിംഗ് സ്റ്റോർ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. മീൻചന്തയിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. നാളെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ 4 മണിക്കൂറിലധികം നിർത്തിവെക്കുമെന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവള ലിമിറ്റഡ് DIAL. വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെയായിരിക്കും വിമാന സർവീസുകൾ നിർത്തിവെക്കുക. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ് നടപടി. വിമാനങ്ങളുടെ പുതുക്കിയ സമയം അതത് വിമാന കമ്പനികളിൽ ലഭ്യമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാനതല ചുഴലിക്കാറ്റിന്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി നാളെ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. സംസ്ഥാനത്തുടനീളമുള്ള 12 ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 24 സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക. ശബരിമലയിലെ പ്രത്യേക ഉത്സവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ മോക്ക് ഡ്രിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ KSEBയുടെ അധീനതയിലുള്ള 59 അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള KSEB നീക്കത്തിൽ ആശങ്ക. ഇടുക്കിയിലെ 24 അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക. പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്നും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൈദ്യുത മന്ത്രിയുടെ ഓഫീസ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ലഗേജിന്റെ ഉത്തരവാദിത്തം യാത്രക്കാരന് മാത്രമാണെന്ന് ഡൽഹി ഹൈക്കോടതി. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയോ ദുഷ്പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ മോഷണത്തിന് റെയിൽവേ ബാധ്യസ്ഥരല്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് രവീന്ദ്രൻ ദൂദേജയാണ് വിധി പുറപ്പെടുവിച്ചത്. 2013 ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നിന്നും നാഗ്പൂരിലേക്കുള്ള യാത്രക്കിടെ നടന്ന മോഷണം സംബന്ധിച്ചുള്ള ഒരാളുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. 3rd AC കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ലാപ്ടോപ്പ്, ചാർജർ, കണ്ണട, ATM കാർഡുകൾ എന്നിവ അടങ്ങിയ ബാഗ് മോഷ്ടിക്കപ്പെട്ടതായി ആരോപിച്ചുള്ളതായിരുന്നു ഹർജി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറിയ US സർക്കാരിന്റെ നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയതന്ത്ര വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഫോടനങ്ങൾ നടന്ന സമയത്തെ സർക്കാരുകൾക്ക് തഹാവൂർ റാണയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നും അമിത്ഷാ. ബംഗ്ലാദേശിൽ ബാറ്റ, KFC, പിസ്സ ഹട്ട്, പ്യൂമ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കടകൾ കൊള്ളയടിച്ച് ജനക്കൂട്ടം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലുമായി ബന്ധമുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും പ്രതിഷേധ റാലികളും ബംഗ്ലാദേശിൽ നടന്നു. അതിനിടെയാണ് ആൾക്കൂട്ടം കടകൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തത്. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പോലീസ് 70ഓളം പേരെ അറസ്റ്റ് ചെയ്തു. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരൻ സഹയാത്രികന്റെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ യാത്രക്കാരനെ 30 ദിവസത്തേക്ക് എയർ ഇന്ത്യ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുക്കാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എയർ ഇന്ത്യ രൂപീകരിച്ചു. വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 90 ദിവസത്തേക്ക് 10% തീരുവ മാത്രമേ ഈടാക്കൂ എന്ന് ട്രംപ് വ്യക്തമാക്കി. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചത്. ചൈനയ്ക്ക് 125% അധിക നികുതി പ്രഖ്യാപിച്ച് ചൈനയുടെ 84% തീരുവയ്ക്ക് തിരിച്ചടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. മസ്കറ്റ് ബൗഷർ വിലായത്തിലെ ഗുബ്രയിൽ കമ്പനിയിൽ അമോണിയ വാതകച്ചോർച്ചയിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിച്ചെന്നും എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ 173% വർധനവ്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്ഷ്യൽ അംഗങ്ങളായ വിദേശ കമ്പനികളിൽ 1ാം സ്ഥാനത്ത് ഇന്ത്യ. ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തൽ. ദുബായിയുടെ മികച്ച വ്യാപാര പങ്കാളിലൊന്നാണ് ഇന്ത്യയെന്ന് ദുബായ് ചേംബേഴ്സ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബയാത്ത്.
കൊല്ലത്ത് മന്ത്രി OR കേളുവിന് പൈലറ്റ് പോയ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനാപുരം പുനലൂർ റോഡിൽ വാഴത്തോപ്പിലാണ് പോലീസ് വാഹനം തല കീഴായി മറിഞ്ഞത്. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. മന്ത്രിക്കൊപ്പം കോന്നി MLA ജിനേഷ് കുമാറും ഒപ്പം ഉണ്ടായിരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. മലപ്പുറം തിരുവാലിയിൽ കാറും ബൈക്കുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാക്കൾക്ക് പരിക്ക്. മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന 2 ബൈക്കുകളുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലം പരവൂരിൽ അച്ഛൻ മകനെ മദ്യലഹരിയിൽ വെട്ടി. 49-കാരനായ രാജേഷ് ആണ് 18 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിലാഷിന്റെ മുഖത്തും കഴുത്തിനും കൈക്കും വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. രാജേഷ് സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ. കണ്ണൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മാവിലായി സ്വദേശി VN സുനിൽകുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ എളയാവൂർ സ്വദേശി പ്രിയയാണ് പ്രതി ആക്രമിച്ചത്. സുനിൽകുമാറുമായി അകന്നു കഴിയുകയായിരുന്നു പ്രിയ. ഓട്ടോറിക്ഷ കൊണ്ടിടിച്ചു വീഴ്ത്തി പ്രിയയെ പെട്രോൾ ഒഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രിയ ടൗൺ പോലീസിൽ പരാതി നൽകി. മലപ്പുറം പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സിവിൽ പോലീസ് ഓഫീസർമാർ അക്രമം നടത്തിയെന്ന് CPIM എരമംഗലം ലോക്കൽ കമ്മിറ്റി. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സഹോദരന്മാരുടെയും വീട്ടിൽ കയറി പോലീസ് ആക്രമണം നടത്തിയെന്നും ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി സമയങ്ങളിൽ ബൈക്കിന് മുകളിൽ നിന്നും ഹാൻഡിലിൽ ഇരുന്നും യുവാവ് സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ഗതാഗത നിയമപ്രകാരം ഇത്തരം നിയമലംഘനങ്ങൾ ശിക്ഷാർഹമാണെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ചിറക്കലിൽ വീടുകൾ കുത്തിത്തുറന്ന പണവും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് സ്വദേശി റിഷാനാണ് അറസ്റ്റിലായത്. പ്രതിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഫോറൻസിക് വിഭാഗം പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചടഞ്ഞത്. കണ്ണൂർ കൂത്തുപറമ്പ് രാസലഹരിയുമായി 2 പേർ പിടിയിൽ. വാരം സ്വദേശി മുഹമ്മദ് ആഷിഖ്, വിഴപ്പിലങ്ങാട് സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്നുമായി സഞ്ചരിച്ച കാറും ഇവരിൽ നിന്ന് 16.8 ഗ്രാം മെത്താഫിറ്റമിനും എക്സൈസ് പിടിച്ചിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയാൽ പിടിയിൽ. കാവിൽക്കടവ് സ്വദേശി നൂറുദ്ദീനാണ് പിടിയിലായത്. ലഹരിക്കെതിരെയായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻസ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോഗ്രാം ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. തൃശൂർ കാട്ടൂരിൽ മദ്യപിച്ച പണം ചോദിച്ച വിരോധത്തിൽ ബാറിലെ സെയിൽസ്മാനെ സോഡാ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. എടത്തിരുത്തി വെസ്റ്റ് സ്വദേശി മോഹൻലാലിനെയാണ് പണം ചോദിച്ചതിന്റെ പേരിൽ പ്രതി ആക്രമിച്ചത്. സംഭവത്തിൽ മോഹൻലാലിന്റെ പരാതിയിൽ മുനയം സ്വദേശി പ്രണവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ ചേർപ്പിൽ കേൾവിക്കുറവുള്ളയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 യുവാക്കൾ റിമാൻഡിൽ. കണ്ടേശ്വരം സ്വദേശി 73-കാരൻ മണിയെയാണ് ക്രൂരമായി മർദ്ദിക്കുകയും ചൂളകട്ട കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കീഴുത്താണി സ്വദേശികളായ വിഷ്ണുപ്രസാദ്, വാസിയോ, സീജൻ, ആദർശ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ ലഭിക്കുമെന്ന് കബളിപ്പിച്ച് 4 പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിന്റെ മാനേജർ അറസ്റ്റിൽ. മുട്ടിത്തടി സ്വദേശിനെ ജീവലതയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ പുതുക്കാട് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് 3,62,000 രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു.
പണം കൈപ്പറ്റിയതിന് പിന്നിൽ ഇയാളുടെ വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ കൊരട്ടി ചിറങ്ങര സ്വദേശി വൈശാഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈശാഖിനെ കാസർഗോഡ് നീലേശ്വരം സ്റ്റേഷനിൽ സമാനമായ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശ്രീനഗർ ഡൽഹി എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പൈലറ്റ് മരിച്ചു. എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പൈലറ്റ് അർമാൻ ആണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലായിരുന്നു സംഭവം. വിമാനത്തിനുള്ളിൽ വെച്ച് ഛർദ്ദിച്ച അർമാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബീഹാറിൽ മിന്നലേറ്റ് 4 ജില്ലകളിലായി 13 പേർ മരിച്ചു. വടക്കൻ ബീഹാറിലെ ബഗുസാരായ്, ദർഭാൻഗ, മധുബാനി, സമസ്തിപൂർ ജില്ലകളിലാണ് മിന്നലേറ്റ് അപകടമുണ്ടായത്. ബഗുസാരായിൽ 5 പേരും, ദർഭാൻഗയിൽ 4 പേരും, മധുബാനിയിൽ 3 പേരും, സമസ്തിപൂരിൽ ഒരാളുമാണ് മരിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. എറണാകുളം മട്ടാഞ്ചേരിയിൽ കടുത്ത വേനലിൽ ആശ്വാസമായി മൈത്രി സോഷ്യൽ ഗ്രൂപ്പ്. മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിൽ നൽകിയതുപോലെ 15,000-ഓളം ആളുകളുടെ ദാഹമകറ്റിയ ജനകീയ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം പ്രമുഖ നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് ചെയർമാൻ ദീപക് പൂജാറയും മറ്റംഗങ്ങളും പങ്കെടുത്തു. തുടരുന്നു. തൃശൂർ വെങ്കിടങ്ങിൽ വിഷു ഈസ്റ്റർ പടക്കം ചന്തയ്ക്ക് തുടക്കമായി. ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ചന്ത ആരംഭിച്ചത്. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കരിമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ഡിവൈഎസ്പി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രം 57,000 യൂണിറ്റ് രക്തദാനം ഡിവൈഎഫ്ഐ നടത്തിയതായി ജില്ലാ ഭാരവാഹികൾ വ്യക്തമാക്കി. തൃശൂർ കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. പല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്രമം തെറ്റിച്ച് പോകുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. ഡ്യൂട്ടിയിലുള്ള പോലീസ് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നടപടികളൊന്നും ചെയ്യുന്നില്ലെന്ന പരാതി. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. തൃശൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ദൈക്ഷണിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ ബി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ നൃത്ത പരിശീലനവും കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്നും വഴിമാറ്റാനും മത്സരാധിഷ്ഠിത പരീക്ഷകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പരിശീലനവും ക്യാമ്പിനോട് അനുബന്ധിച്ച് നടത്തും. തൃശൂർ മണ്ണുത്തിയിൽ ജബൽപൂർ വിഷയത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി റവറന്റ് ഫാദർ ഡേവിഡ് ചിറമിൽ പ്രതിഷേധ ജ്വാല റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജബൽപൂർ വിഷയത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മലപ്പുറം വളാഞ്ചേരി മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇടത് സർക്കാരിനും വഖഫ് നിയമ ഭേദഗതിയിലൂടെ വർഗീയ വിഭജനം ലക്ഷ്യമാക്കുന്ന മോദി സർക്കാരിനുമെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF ചെയർമാൻ PT അജയ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി പ്രശസ്ത ഫോട്ടോഗ്രാഫർ സജി വസതിനിയുടെ ഫോട്ടോ പ്രദർശനം ചോല ആർട്സ് ഗ്യാലറിയിൽ ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള 32ഓളം ഫോട്ടോകളാണ് കാഴ്ച 25 എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്രകളിൽ പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങൾ, പട്ടണങ്ങൾ, വൈൽഡ് ലൈഫ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം 12-ന് സമാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിഷയത്തിൽ പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനടക്കം പരാതി നൽകി. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരം ഒരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. തൃശൂർ പാവറട്ടിയിൽ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർ ചിത്രത്തിലൂടെ ചിത്ര സാക്ഷാത്കാരം. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ M നളിൻ ബാബുവും ശിക്ഷരായ ജയൻ അക്കിക്കാവും ചേർന്നാണ് 10 അടിയോളം നീളവും 8 അടിയോളം ഉയരവും വരുന്ന ഒറ്റ വലുപ്പത്തിലുള്ള ക്യാൻവാസിൽ
അക്രിലിക് വർണ്ണങ്ങളിൽ ചിത്രം വരച്ചത്. 3.5 മാസം എടുത്താണ് ചിത്രം പൂർത്തീകരിച്ചത്. ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരച്ചത്. തൃശൂർ പുത്തൻപീടിക KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ പീച്ചി വാഴാനി കോറിഡോർ നിർമ്മാണങ്ങൾ നാട്ടുകാർ നിർത്തിവെപ്പിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ജലവിതരണ പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വാർഡംഗം PR രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നിർത്തിവെപ്പിച്ചത്. തൃശൂർ പുറത്തൂറിൽ ഗ്യാസ് വില വർധനവ് പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പാചക ഗ്യാസിന് വില വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നും നിർത്തലാക്കിയ ഗ്യാസ് സബ്സിഡി പുനരാരംഭിക്കണമെന്നും പഴുവിൽ ഫെറോന കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാഴ്ച വിസ്മയമായി മെഗാ തിരുവാതിരക്കളി. മലപ്പുറം വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. ആലപ്പുഴ മാവേലിക്കര IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അക്കൗണ്ടിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ് വിഷയങ്ങളിൽ UG കോഴ്സ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 31 ദിവസത്തെ സൗജന്യ തയ്യൽ പരിശീലന പരിപാടി ആരംഭിക്കുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവക്കൾക്ക് അപേക്ഷിക്കാം. നാളെ രാവിലെ 10:30 പരിശീലന കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. തിരുവനന്തപുരം നെടുമങ്ങാടിൽ MLA ഫണ്ട് വിനിയോഗിച്ച് പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ ഹരിത കർമ്മസേനയ്ക്ക് നഗരസഭ വിഷു കൈനീട്ടമായി ബോണസ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ വിതരണോദ്ഘാടനം ചെയ്തു. 45 ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ബോണസായി 1000 രൂപ വീതം വിതരണം ചെയ്തത്. ഇടുക്കിയിലെ കുടിയേറ്റ സ്മാരകം ഉടൻ തന്നെ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ. ആർച്ച് ഡാമിന് സമീപമുള്ള ഇടുക്കി പാർക്കിലാണ് മ്യൂസിയം വികസിപ്പിക്കുന്നത്. കുടിയേറ്റത്തിന്റെ ചരിത്രം ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം ടൂറിസം വകുപ്പ് പൂർത്തിയാക്കുന്നത് 3 കോടി രൂപയ്ക്ക്. 5 ഏക്കർ സ്ഥലത്തായാണ് മ്യൂസിയം വ്യാപിച്ചു കിടക്കുന്നത്. മ്യൂസിയത്തിനുള്ളിൽ 7 വ്യത്യസ്ത പ്രദർശനങ്ങളിലായി ശില്പങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാഴ ചിത്രത്തിന്റെ 2ാം ഭാഗമായ വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോക്സിന്റെ ചിത്രീകരണം ആരംഭിച്ചു. നവാഗതനായ സഹിൻസ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും വിപിൻ ദാസാണ് നിർവഹിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഹാഷിറും ടീമുമാണ് ചിത്രത്തിലെ നായകന്മാർ. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്.